Hi friends, welcome to Camber Learning Solutions. First of all, thank you for your support and valuable suggestions. Camber Learning Solutions ഒരു പുതിയ സെഗ്മെന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യുവാണ്. ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഈ ഒരു സെക്ഷനിൽ ഓട്ടോമൊബൈലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കണ്ടന്റ് lead acid battery. Components of a lead acid battery. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബാറ്ററി പ്ലേറ്റ്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഒരു ബാറ്ററി പ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആവശ്യം ഒരു ഫ്രെയിം വർക്കാണ്. ഈ ഫിഗർ കാണിക്കുന്ന പോലെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മെറ്റീരിയൽസ് പേസ്റ്റ് ചെയ്തിട്ടാണ് ബാറ്ററി പ്ലേറ്റ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഈ ബാറ്ററി ഗ്രിഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അതൊന്നും പരിചയപ്പെടാം. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് lead and antimony alloys. And the function of this grid is to hold the active materials of the plate. അപ്പോൾ ഈ രീതിയിൽ ബാറ്ററി ഗ്രിഡ്സ് അത് ഉണ്ടാക്കും. അതിനുശേഷമാണ് ആക്റ്റീവ് മെറ്റീരിയൽസ് വെച്ച് ഫില്ല് ചെയ്തിട്ട് ഒരു ബാറ്ററി പ്ലേറ്റ് ആയിട്ട് മാറുന്നത്. ഫസ്റ്റ് വൺ, പോസിറ്റീവ് പ്ലേറ്റ്. പോസിറ്റീവ് പ്ലേറ്റിൽ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് മെറ്റീരിയലിൻ്റെ പേര് നോക്കാം. അത് ലെഡ് പെറോക്സൈഡ് ആണ്, PbO2. ആൻഡ് ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ദി ഗ്രിഡ് ഫ്രെയിം ഓഫ് ലെഡ് ആൻറ്റിമണി അലോയി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഗ്രിഡിൻ്റെ മുകളിലാണ് ഈ ആക്റ്റീവ് മെറ്റീരിയൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലെഡ് പെറോക്സൈഡ്. When battery is in fully charged condition, പോസിറ്റീവ് പ്ലേറ്റിൻ്റെ കളർ എന്തായിരിക്കും? ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ബ്രൗൺ കളർ. പോസിറ്റീവ് പ്ലേറ്റിനെ കുറിച്ചിട്ട് അത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ നെഗറ്റീവ് പ്ലേറ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സ്പോഞ്ചി ലെഡ്, Pb, and it is deposited on the grid frame of antimony lead alloy. And when the battery is fully charged, it is grey in color. ഇനി ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. The number of negative plate is one more than that of positive plate. പോസിറ്റീവ് പ്ലേറ്റിനെ കാട്ടി ഒരെണ്ണം കൂടുതലായിരിക്കും ഇൻ നമ്പേഴ്സ് നെഗറ്റീവ് പ്ലേറ്റ്. എങ്ങനെ ഒരു ബാറ്ററി ടെർമിനലിനെ തിരിച്ചറിയാൻ പറ്റും? പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ടെർമിനലിനെ പോസിറ്റീവ് ടെർമിനലിനെ നമുക്ക് തിരിച്ചറിയണം. ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് അവിടെ സൈൻ നോക്കിയാൽ മതി. പോസിറ്റീവ് ടെർമിനൽ ആണെങ്കിൽ അവിടെ പോസിറ്റീവ് സൈൻ കാണും, നെഗറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് സൈൻ കാണും. സൈൻസ് മാഞ്ഞു പോയെന്നിരിക്കട്ടെ, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും? നമുക്ക് പോസിറ്റീവ് ടെർമിനലിൽ യൂഷ്വലായിട്ട് റെഡ് കളറിലായിരിക്കും കാണാൻ സാധിക്കുക. നെഗറ്റീവ് ടെർമിനൽ മേ ബി ബ്ലാക്ക് ഓർ ബ്ലൂ. അപ്പോൾ റെഡ് ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ യൂഷ്വലി പോസ്റ്റ് ഈസ് ലാർജർ ഇൻ ഡയമീറ്റർ ദാൻ നെഗറ്റീവ് പോസ്റ്റ്. അതിൻ്റെ ആ ടെർമിനൽ പോസ്റ്റ് എന്ന് പറയുന്നത്, പോസിറ്റീവിൻ്റെ ടെർമിനൽ പോസ്റ്റ് കുറച്ചുകൂടി ലാർജർ ആയിരിക്കും ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നെഗറ്റീവ് പോസിറ്റീവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ബാറ്ററിയുടെ ടെർമിനൽസ് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കമ്പോണൻറ്റ് ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി ഈസ് കണ്ടെയ്നർ. കണ്ടെയ്നർ ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർഡ് റബ്ബർ വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ആസിഡ് റെസിസ്റ്റൻറ്റ്. ആസിഡുമായിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് കണ്ടെയ്നർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹീറ്റ്, കോൾഡ് ആൻഡ് മെക്കാനിക്കൽ ഷോക്സ്. ഒരു പരിധിവരെയുള്ള ടെമ്പറേച്ചർ എക്സ്പോഷറും അതുപോലെ മെക്കാനിക്കൽ ഷോക്സ് ഒക്കെ കണ്ടെയ്നർ വിസ്റ്റാൻഡ് ചെയ്യും. ഇനി കണ്ടെയ്നർ ഈസ് ഡിവൈഡഡ് ഇൻ ടു കമ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഈ കണ്ടെയ്നർ തന്നെ ഒന്ന് രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? അങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ഓരോ സെല്ലുകളായിട്ട് ഇരിക്കുക. ദെൻ ദ ബാറ്ററി പ്ലേറ്റ് റെസ്റ്റ് ഓൺ ദി ബ്രിഡ്ജസ് ആൻഡ് ദി ബ്രിഡ്ജ് റിബ് കളക്ട് സെഡിമെന്റ്സ് ഡ്യൂറിങ് കെമിക്കൽ ആക്ഷൻ. ബാറ്ററി പ്ലേറ്റുകൾ ഈ ബ്രിഡ്ജിൻ്റെ മേളിൽ റെസ്റ്റ് ചെയ്യുകയും അതുപോലെ ബ്രിഡ്ജിൻ്റെ റിബ് സെഡിമെന്റ്സ് ആയിട്ടുള്ള ബാറ്ററിയുടെ പ്ലേറ്റിൽ നിന്ന് വരുന്ന മെറ്റീരിയൽസിനെ കളക്ട് ചെയ്യുകയും ചെയ്യും. ഇത് വഴിയിട്ട് ഷോർട്ട് സർക്യൂട്ടിങ് ഒഴിവാകും.
നെക്സ്റ്റ് ബാറ്ററി കമ്പോണൻറ്റ് സെപ്പറേറ്റർ. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് സെപ്പറേറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്. പോസിറ്റീവ് പ്ലേറ്റിൻ്റെയും നെഗറ്റീവ് പ്ലേറ്റിൻ്റെയും ഇൻ ബിറ്റ്വീൻ പ്ലേസ് ചെയ്യുന്ന നോൺ കണ്ടക്ടിങ് പോറസ് മെറ്റീരിയലാണ് സെപ്പറേറ്റർ. ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പോസിറ്റീവ് പ്ലേറ്റിൻ്റെയും നെഗറ്റീവ് പ്ലേറ്റിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സെപ്പറേറ്റർ. സ്പെഷ്യലി ട്രീറ്റഡ് വുഡ്, ഹാർഡ് റബ്ബർ ഇവയൊക്കെയാണ് സെപ്പറേറ്റർ മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. അപ്പോൾ പുതിയ മോഡൽസിലൊക്കെ സെപ്പറേറ്റർ ഒരു എൻവലപ്പ് ഫോമാറ്റിലാണ് ഇരിക്കുക. അതായത് ഒരു എൻവലപ്പ് ഫോമാറ്റിൽ സെപ്പറേറ്റർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ പ്ലേറ്റിൻ്റെ ഷെഡിങ്, അതായത് പ്ലേറ്റിൻ്റെ ആക്റ്റീവ് മെറ്റീരിയൽ ചെറിയ പീസസ് ആയിട്ട് പൊടിഞ്ഞ് താഴേക്ക് വീണ് ഷോർട്ട് സർക്യൂട്ടിങ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഡിറ്റേറ്റ് ചെയ്ത് വരുന്ന മെറ്റീരിയൽസ് എല്ലാം ഈ എൻവലപ്പിനകത്ത് കളക്ട് ആയിക്കോളും, അത് പുറത്തേക്ക് വരത്തില്ല. അപ്പോൾ അതാണ് പുതിയ ടൈപ്പ് ഓഫ് സെപ്പറേറ്ററിൽ യൂസ് ചെയ്യുക. ഇലക്ട്രോലൈറ്റ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് ദി ബാറ്ററി ഇലക്ട്രോലൈറ്റ്. ലെഡ് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് എന്താണെന്നൊരു ചോദ്യമുണ്ട്. ആ ഒരു ഇലക്ട്രോലൈറ്റ് ഏതാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഇനി മനസ്സിലാക്കുക, ദ ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് എബൌട്ട് 10 mm എബവ് ദി ടോപ്പ് ഓഫ് ദി പ്ലേറ്റ്. പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു 10 mm ടോപ്പിലായിരിക്കും ഇത് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത്രയും ലെവലിൽ ഹൈറ്റിൽ എന്തുണ്ടാവും, ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ചാർജ് ഓഫ് ബാറ്ററി. നമുക്ക് ബാറ്ററിയുടെ ചാർജ് ഏത് കണ്ടീഷനിലാണ് ഇരിക്കുന്നതെന്ന് അറിയണമല്ലോ. ഫുള്ളി ചാർജ്ഡ് ആണോ, ഡിസ്ചാർജ്ഡ് ആണോ, അല്ലെങ്കിൽ ഹാഫ് ചാർജ്ഡ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാറ്ററിയുടെ കറണ്ട് സ്റ്റേറ്റ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നുള്ളത് ബാറ്ററി ടെസ്റ്റിങ്ങിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും ഫ്രീസിങ് പോയിന്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് കുറയുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ പറയുന്ന ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുമ്പോഴത്തേക്ക് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് കൂടും. അതായത് പെട്ടെന്ന് ഫ്രീസ് ആവും. ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്, ഫുള്ളി ഡിസ്ചാർജ് ആയിട്ടിരിക്കുന്ന ഒരു ബാറ്ററിക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ കുറവായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിൽ പെട്ടെന്ന് ഈ ഇലക്ട്രോലൈറ്റ് അങ്ങ് ഫ്രീസ് ആവും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രൊലോങ് ആയിട്ട് ഡിസ്ചാർജ്ഡ് ബാറ്ററി നമ്മൾ പുറത്തെവിടെയെങ്കിലും സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിയിലുള്ള ഇലക്ട്രോലൈറ്റ് ഫ്രീസ് ആവുകയും പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഡാമേജ് ആയി മാറുകയും ചെയ്യും. ബാറ്ററിയുടെ ഒരു സെൽ റിയാക്ഷൻ കൂടി അറിഞ്ഞിരിക്കുക. അതായത് ബാറ്ററിയിൽ ഡിസ്ചാർജ് സംഭവിക്കുമ്പോഴത്തേക്ക് നടക്കുന്ന റിയാക്ഷനും അതേപോലെ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നടക്കുന്ന റിവേഴ്സ് റിയാക്ഷനും. നമ്മൾ ഈ ഡയറക്ഷനിൽ കാണിച്ചേക്കുന്നത് ഇതിൻ്റെ ഡിസ്ചാർജ് ആണ്, അതായത് ചാർജ് കുറയുന്ന സമയത്തുള്ള റിയാക്ഷൻ. ഒന്ന് നോക്കിയേക്കാം. അതായത് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഇവിടെ കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്ന ലെഡ് പെറോക്സൈഡ് ആണ് PbO2, നെഗറ്റീവ് പ്ലേറ്റ് ആണ് Pb. ഇവയ്ക്ക് രണ്ടുപേർക്കും ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ഡിസ്ചാർജ് സമയത്ത്. അതായത് ഇവ രണ്ടുപേരും എന്തായിട്ട് മാറുന്നുണ്ട്, ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്, PbSO4 ആയിട്ട് മാറുന്നുണ്ട്. പോസിറ്റീവ് പ്ലേറ്റും മാറുന്നുണ്ട്, അതേപോലെ നെഗറ്റീവ് പ്ലേറ്റും PbSO4 ആയിട്ട് മാറുന്നുണ്ട്. അതേസമയം ഇവിടെയുള്ള ഇലക്ട്രോലൈറ്റ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് H2SO4 എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ചേഞ്ച് ചെയ്തിട്ട് വാട്ടറായിട്ട് മാറുന്നുണ്ട്. ഡിസ്ചാർജിൻ്റെ കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി കൂടി കിട്ടും. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ നോക്കാൻ പോവുകയാണ്, അതായത് ചാർജിങ്. ചാർജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റിൽ ഇവ രണ്ടുപേരും ലെഡ് സൾഫേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ലെഡ് സൾഫേറ്റ് ആണ്. ഈ ലെഡ് സൾഫേറ്റ് ആയിട്ടിരിക്കുന്ന ഈ രണ്ട് പ്ലേറ്റുകളും തിരിച്ച് ലെഡ് പെറോക്സൈഡും അതേപോലെ ലെഡുമായിട്ട് തീരും. അപ്പോൾ ഇങ്ങോട്ട് കാണിക്കുന്നത്, റിവേഴ്സ് ഡയറക്ഷനിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് ചാർജിങ് കണ്ടീഷനാണ്. PbSO4 എന്തായിട്ട് മാറും, PbO2 ആയിട്ട് മാറും. ഈ നെഗറ്റീവ് പ്ലേറ്റ് ഇരിക്കുന്ന PbSO4 Pb ആയിട്ട് മാറും. ഇനി പിന്നെ ഒരു ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. ഓക്കെ അല്ലേ? ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആവുന്നതിന് ഒരു ഇൻഡിക്കേഷൻ കൂടിയുണ്ട്. അതായത് ഫുള്ളി ചാർജ്ഡ് ആവുന്ന ഒരു ബാറ്ററിയുടെ കോൺസെൻട്രേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൂടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗ്യാസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. അതായത്
വെന്റ് ഹോൾസിലെ കൂടെ എന്ത് ചെയ്യും, വേപ്പറായിട്ട് നമ്മുടെ ഇലക്ട്രോലൈറ്റ് എസ്കേപ്പ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ചാർജിങ് കംപ്ലീറ്റ് ആയി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ആ പ്രോസസ്സിൻ്റെ പേര് ഗ്യാസിങ്. ഇതിലൂടെ ആ ഗ്യാസിങ് പുറത്തോട്ട് പോകുന്ന വെന്റ് ഹോളിലൂടെ. ലെഡ് ആസിഡ് ബാറ്ററി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കേണ്ട ഒരു പോർഷനാണ് ആൽക്കലൈൻ ബാറ്ററീസ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആൽക്കലൈൻ ബാറ്ററി ഈസ് നിക്കൽ അയൺ ബാറ്ററി. നമുക്ക് ഇവിടെയുള്ള പോസിറ്റീവ് പ്ലേറ്റിൻ്റെയും നെഗറ്റീവ് പ്ലേറ്റിൻ്റെയും ആക്റ്റീവ് മെറ്റീരിയൽ നോക്കാം. ഇൻ പോസിറ്റീവ് പ്ലേറ്റ് ആക്റ്റീവ് മെറ്റീരിയൽ ഈസ് നിക്കൽ ഹൈഡ്രോക്സൈഡ് ആൻഡ് ഇൻ നെഗറ്റീവ് പ്ലേറ്റ് ആക്റ്റീവ് മെറ്റീരിയൽ ഈസ് മെറ്റാലിക് അയൺ. പോസിറ്റീവ് പ്ലേറ്റിലുള്ള ആക്റ്റീവ് മെറ്റീരിയലിൻ്റെ പേര് നിക്കൽ ഹൈഡ്രോക്സൈഡ് ആണ്. അതേസമയം നെഗറ്റീവ് പ്ലേറ്റിനകത്തുള്ള ആക്റ്റീവ് മെറ്റീരിയൽ മെറ്റാലിക് അയൺ. ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അത് KOH ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നിക്കൽ അയൺ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്. ആൻഡ് ദ ആക്റ്റീവ് മെറ്റീരിയൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഫൈൻലി പെർഫറേറ്റഡ് സ്റ്റീൽ ട്യൂബ്സ് ആൻഡ് കമ്പൈൻഡ് ടുഗദർ ടു ഫോം എ പ്ലേറ്റ്. ഇവിടെയുള്ള പ്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, അതായത് സ്റ്റീലിൻ്റെ ട്യൂബുകൾ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഫൈനായിട്ടുള്ള പെർഫറേഷൻസ് കാണും. ഇനി ആ ഒരു പെർഫറേഷനുള്ള ട്യൂബിനകത്ത് ആക്റ്റീവ് മെറ്റീരിയൽസ് നിറയ്ക്കും. എന്നിട്ട് ആ ട്യൂബുകളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പ്ലേറ്റ് ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പോർട്ടബിൾ ലൈറ്റ്നിങ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, ഇതാണ് നിക്കൽ അയൺ ബാറ്ററി. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആൽക്കലൈൻ ബാറ്ററി ഈസ് നിക്കൽ കാഡ്മിയം ബാറ്ററി. ഇവിടെയുള്ള പോസിറ്റീവ് പ്ലേറ്റ് ഏതാണെന്ന് നോക്കാം. ആക്റ്റീവ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പോസിറ്റീവ് പ്ലേറ്റ് ഈസ് നിക്കൽ ഹൈഡ്രോക്സൈഡ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ് ഈസ് കാഡ്മിയം ഓക്സൈഡ്. നമ്മൾ ഇവിടെ കണ്ട നിക്കൽ അയൺ ബാറ്ററിയിൽ കണ്ട പോസിറ്റീവ് പ്ലേറ്റിലുള്ള ആക്റ്റീവ് മെറ്റീരിയൽ തന്നെയാണ് ഇവിടുത്തെയും ആക്റ്റീവ് മെറ്റീരിയൽ നിക്കൽ ഹൈഡ്രോക്സൈഡ്. പക്ഷേ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ ആക്റ്റീവ് മെറ്റീരിയൽ മാറിയിട്ടുണ്ട്, അത് കാഡ്മിയം ഓക്സൈഡ് ആണ്. ഈ രണ്ട് ബാറ്ററിയിലും യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് സെയിം ആണ്, KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആപ്ലിക്കേഷൻ യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിംഗ് ഗ്യാസലിൻ ആൻഡ് ഡീസൽ എഞ്ചിൻ ആൻഡ് ഓൾസോ ഫോർ വർക്കിംഗ് ഓഫ് റിലേ കൺട്രോൾസ്. അപ്പോൾ ഇതാണ് നിക്കൽ കാഡ്മിയം ബാറ്ററി. നിക്കൽ അയൺ ബാറ്ററിയുടെ നിക്കൽ കാഡ്മിയം ബാറ്ററിയുടെയും ഇലക്ട്രോലൈറ്റ് ഒന്ന് തന്നെയാണ്, KOH. പോസിറ്റീവ് പ്ലേറ്റും സെയിം ആണ്, നിക്കൽ ഹൈഡ്രോക്സൈഡ്. നെഗറ്റീവ് പ്ലേറ്റ് മാത്രം നിക്കൽ കാഡ്മിയം ബാറ്ററിയിൽ കാഡ്മിയം ഓക്സൈഡും അതേപോലെ നിക്കൽ അയൺ ബാറ്ററിയിൽ മെറ്റാലിക് അയണുമാണ്. അത് ഓർത്തിരിക്കുക. ബാറ്ററി റേറ്റിംഗ്. ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് ബാറ്ററി റേറ്റിംഗ്. ഫസ്റ്റ് വൺ 20 hour റേറ്റിംഗ്. ദ എമൗണ്ട് ഓഫ് കറണ്ട് എ ബാറ്ററി ക്യാൻ ഡെലിവർ ഫോർ 20 hours without the cell voltage dropping below 1.75 volt with an electrolyte temperature of 26.7 degrees Celsius. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 20 മണിക്കൂർ സെൽ വോൾട്ടേജ് 1.75 വോൾട്ടിന് താഴാണ്ട് എത്രമാത്രം കറണ്ട് ഒരു ബാറ്ററിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ആണ് 20 hour റേറ്റിംഗ്. ഈ ഒരു റേറ്റിംഗ് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോലൈറ്റ് ടെമ്പറേച്ചർ മസ്റ്റ് ബി 26.7 degrees Celsius. നെക്സ്റ്റ് വൺ ഈസ് 25 ampere rating. It indicates the ability of the battery to carry electrical operating loads when the generator is not operating. അപ്പോൾ നമ്മൾ ജനറേറ്റർ വെച്ചിട്ടാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെഹിക്കിൾ റൺ ചെയ്യുന്ന സമയത്തുള്ള ഇലക്ട്രിക്കൽ ഡിമാൻഡ്സ് കൊടുക്കുന്നതും ജനറേറ്ററാണ്. അപ്പോൾ ഈ ടൈമിൽ ജനറേറ്ററിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ബാറ്ററിക്ക് കമ്പോണൻസിനെ റൺ ചെയ്യിക്കാനുള്ള എബിലിറ്റിയെയാണ് നമ്മൾ എന്ത് ചെയ്യുക 25 ampere റേറ്റിംഗ് വെച്ചിട്ട് പറയുന്നത്. ദെൻ കോൾഡ് ക്രാങ്കിങ് റേറ്റ്. The number of amperes that a battery can deliver for 30 seconds when it is at 17.8 degrees Celsius without cell voltage taking below 1.2 volt. ഒരു ബാറ്ററി ഏറ്റവും കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്ന ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഞ്ചിനെ ക്രാങ്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് എത്രമാത്രം ക്രാങ്ക് ചെയ്യാനുള്ള കറണ്ട് ഒരു ബാറ്ററിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും
എന്നുള്ളതിൻ്റെ റേറ്റിംഗ് ആണ് കോൾഡ് ക്രാങ്കിങ് റേറ്റിംഗ്. അതേ സമയത്തുള്ള ടെമ്പറേച്ചർ എത്രയായിരിക്കണം? 17.8 ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കുന്നുണ്ട്. അത് മാത്രമല്ല വോൾട്ടേജ് 1.2 വോൾട്ടിൽ താഴാൻ പാടില്ല ഇൻഡിവിജ്വൽ സെല്ലിൻ്റെ. നെക്സ്റ്റ് വൺ ഈസ് ബാറ്ററി ഡിഫക്റ്റ്. നമ്മൾ ഈ കണ്ട ലെഡ് ആസിഡ് ബാറ്ററിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫക്റ്റുകൾ എന്തെല്ലാമാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റാപ്പിഡ് ലോസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യുക? ലൂസ് ചെയ്ത് പോവുക. എപ്പോഴായിരിക്കും ഇലക്ട്രോലൈറ്റ് ലൂസ് ചെയ്യുക? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ബാറ്ററി ചാർജ് ആവുകയാണ്, ചാർജ് ചെയ്ത് അതിൻ്റെ മാക്സിമം എത്തി ആ ചാർജ് കണ്ടീഷൻ ഫുള്ളി അച്ചീവ് ചെയ്തതിന് ശേഷവും നമ്മൾ ചാർജ് ചെയ്യുവാണ്. ആ ഒരു കണ്ടീഷനിൽ ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യും? ഗ്യാസ് ആയിട്ട് വെന്റ് ഹോൾസിലൂടെ എസ്കേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്, ഡ്യൂ ടു ദി ഓവർ ചാർജിങ്. ബാറ്ററി ഓവർ ചാർജ് ചെയ്യുമ്പോഴാണ് ശരിക്കും റാപ്പിഡ് ലോസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഉണ്ടാവുക. ദെൻ സൾഫേഷൻ ഓഫ് പ്ലേറ്റ് ഈസ് എ സെക്കൻഡ് ബാറ്ററി ഡിഫക്റ്റ്. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു അണ്ടർ ചാർജിങ്. ഡിസ്ചാർജ് ചെയ്യുന്നൊരു ടൈം പീരീഡിൽ ബാറ്ററി പ്ലേറ്റുകൾ സൾഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്, ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ലെഡ് സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ക്രിസ്റ്റൽ അപ്പിയറൻസിൽ വരുന്ന ഒരു സോളിഡ് ആണ്. ഒരുപാട് കാലം ഇതേപോലെ അണ്ടർ ചാർജിങ് കണ്ടീഷൻ തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സൾഫേറ്റ് ഫോർമേഷൻ തിരിച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് പഴയ പോലെ ആകില്ല. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് അവിടെ സൾഫേറ്റുകൾ ഉണ്ടായിട്ട് പ്ലേറ്റിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് സൾഫേഷൻ ഓഫ് പ്ലേറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് റിവേഴ്സ്ഡ് പൊളാരിറ്റി. വെൻ വൺ സെൽ ബിക്കം ഡിസ്ചാർജ്ഡ് അതർ ചാർജ് ദി ഫോൾട്ടി ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ സെല്ലുകൾ ചേർന്നിട്ടാണ് ഒരു ബാറ്ററി ഉണ്ടാവുന്നത് നമുക്കറിയാം. ഇവിടെ ഏതെങ്കിലും ഒരു സെല്ല് ഡിഫക്റ്റീവ് ആവുകയാണ്, അതായത് പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഫോൾട്ടി ആയിട്ട് പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോയ സെല്ലിനെ റിവേഴ്സ് ഓർഡറിൽ ചാർജ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ്ഡ് പൊളാരിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട്. പ്ലേറ്റുകളുടെ ഇടയിൽ സെപ്പറേറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് പ്ലേറ്റിൻ്റെയും പോസിറ്റീവ് പ്ലേറ്റിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് പോറസ് ആയിട്ടുള്ള ഇൻസുലേറ്റേഴ്സ് ആയിട്ടുള്ള സെപ്പറേറ്റേഴ്സ് പ്ലേസ് ചെയ്യും. പക്ഷേ എന്നാൽ പോലും ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട്. നെക്സ്റ്റ് ബാറ്ററി ഡിഫക്ട്സ് ആർ ക്രാക്ക്ഡ് കണ്ടെയ്നർ ആൻഡ് മെക്കാനിക്കൽ ഫോൾട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നറിന് എന്തെങ്കിലും ഡാമേജ് പറ്റി അത് പൊട്ടുകയോ അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും ഫോൾട്ടുകൾ വേറെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരികയോ ചെയ്തു കഴിഞ്ഞാലും അതൊരു ബാറ്ററി ഡിഫക്റ്റ് ആണ്. Then cycle charging. The continuous charging at a very low rate is to keep the batteries left in storage for a long period. കുറേ ഏറെ നാളത്തേക്ക് നമുക്കൊരു ബാറ്ററി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വളരെ സ്ലോ റേറ്റിൽ നമ്മൾ കറണ്ട് പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെ ചാർജ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രിക്കിൾ ചാർജിങ്. ജംപ് സ്റ്റാർട്ടിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റാർട്ടിംഗ് ആൻ എൻജിൻ ബൈ എ ടെമ്പററി കണക്ഷൻ ടു ആൻ എക്സ്റ്റേണൽ പവർ സോഴ്സ്. അതായത് നമ്മുടെ വെഹിക്കിൾ ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല, അതായത് നമ്മുടെ ബാറ്ററി ഡൗൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ മറ്റൊരു വെഹിക്കിളിൻ്റെ ബാറ്ററി യൂസ് ചെയ്തിട്ട് നമ്മുടെ വെഹിക്കിളിനെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ജംപ് സ്റ്റാർട്ടിംഗ്. ക്ലിയർ? ബാറ്ററി ടെസ്റ്റിംഗ്. ബാറ്ററിയുടെ കറണ്ട് സ്റ്റേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിങ്ങുകളെയാണ് ബാറ്ററി ടെസ്റ്റിംഗ് എന്ന് വിളിക്കുക. ഫസ്റ്റ് ബാറ്ററി ടെസ്റ്റിംഗ് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്. അപ്പോൾ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് നടത്തണമെങ്കിൽ വി നീഡ് എ അപ്പാരറ്റസ് കോൾഡ് ഹൈഡ്രോമീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട അപ്പാരറ്റസിൻ്റെ പേരാണ് ഹൈഡ്രോമീറ്റർ. ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന ഹൈഡ്രോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ സിറിഞ്ച്, ബൾബ് ആൻഡ് ഫ്ലോട്ട്. ഈ കാണിച്ചേക്കുന്നതാണ് ഒരു ഹൈഡ്രോമീറ്റർ. ഇതിനൊരു ബൾബ് എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്, അതേപോലെ ഒരു സിറിഞ്ച് ഉണ്ടാവും. ഈ സിറിഞ്ചിൻ്റെ അകത്ത് തന്നെ ഒരു ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ട്. ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർബറേറ്ററിൽ കാണേണ്ട അതേ ഫ്ലോട്ട് തന്നെയാണ്. അതായത് അതിൻ്റെ ഫങ്ഷൻ എത്രയേ ഉള്ളൂ, ഇവിടുത്തെ ലെവൽ ഡിഫറൻസിനനുസരിച്ച് ഫ്ലോട്ട് പൊങ്ങുകയും ചെയ്യും താരുകയും ചെയ്യും. ദെൻ ഇലക്ട്രോലൈറ്റ് ഈസ് ഡ്രോൺ ഇൻ ടു ദി സിറിഞ്ച് ബൈ ബൾബ്. ബൾബ് എന്ന് പറയുന്ന പാർട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു സിറിഞ്ചിൻ്റെ ഈ ഭാഗം സെല്ലിൻ്റെ അകത്തേക്ക് കടത്തിവിടും. അപ്പോഴത്തേക്കും എന്ത് പറ്റും, അതൊന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്തേക്ക് ആ ഇലക്ട്രോലൈറ്റ് സിറിഞ്ചിൻ്റെ അകത്തേക്ക് കയറും. ആൻഡ് സിറിഞ്ചിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഈ സിറിഞ്ചിൻ്റെ അകത്തുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ ലെവല് ഇവിടെ എന്ത് ചെയ്യും, ടോപ്പിലോട്ട് വരും.
ഇവിടെയാണ് നമ്മുടെ ഫ്ലോട്ടിൻ്റെ ഒരു ഉപയോഗം. ഈ ഒരു സിറിഞ്ചിൻ്റെ പുറത്ത് തന്നെ കുറച്ച് സ്കെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്കെയിലും ഈ ഫ്ലോട്ടും കൂടി കോയിൻസൈഡ് ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കുറച്ച് റീഡിങ്സ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ആക്ച്വലി ഈ റീഡിങ്സ് ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററിയുടെ കറണ്ട് സ്റ്റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഫോർ എ ഫുള്ളി ചാർജ്ഡ് സെല്ല് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റീഡിംഗ് വിൽ ബി 1.27 to 1.29. ഇനി ഹാഫ് ഡിസ്ചാർജ്ഡ് സെല്ലാണെങ്കിൽ അതിൻ്റെ റീഡിംഗ് വിൽ ബി 1.19 to 1.21. അതേസമയം ഫുള്ളി ഡിസ്ചാർജ്ഡ് ആയിട്ടിരിക്കുന്ന സെല്ലാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.11 to 1.13. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീഡിങ്സ് ആണ്. ഫുള്ളി ചാർജ്ഡ് സെല്ലിൻ്റെയും ഹാഫ് ഡിസ്ചാർജ്ഡ് സെല്ലിൻ്റെയും അതേപോലെ ഫുള്ളി ഡിസ്ചാർജ്ഡ് സെല്ലിൻ്റെയും. ഓക്കെ, ആ റേഞ്ച് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് കണ്ടീഷനിലാണോ അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടീഷനിലാണോ എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് വർക്ക് ചെയ്യുക. The cell tester consists of a voltmeter and heavy fixed resistance. ഈ ഫിഗർ കാണാൻ സാധിക്കും. ഇവിടെ ഒരു വോൾട്ട്മീറ്ററും ഉണ്ട്, അതുപോലെ ഒരു ഹെവി കറണ്ടിനെ ഡ്രോ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹെവി റെസിസ്റ്റൻസ് കൂടിയുണ്ട്. ആൻഡ് ദ പ്രോങ്സ് ഓഫ് സെൽ ടെസ്റ്റർ ആർ കണക്റ്റഡ് അക്രോസ് ഇൻഡിവിജ്വൽ സെല്ല്. അപ്പോൾ ഈ സെൽ ടെസ്റ്ററിൻ്റെ രണ്ട് എൻഡുകളിൽ കാണുന്ന ഈ ലെഗുകളെയാണ് പ്രോങ്സ് എന്ന് പറയുക. അപ്പോൾ ഈ പ്രോങ്സ് എന്ത് ചെയ്യും, ഓരോ സെല്ലിലും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഓരോ സെല്ലിൻ്റെയും ഇൻഡിവിജ്വൽ വോൾട്ടേജ് അളക്കും. ഈ ഒരു സർക്യൂട്ട് ഒരു 10 സെക്കൻഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ക്ലോസ് ചെയ്ത് വെക്കുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് ഹെവി കറണ്ട് ആയിരിക്കും ആ ടൈമിൽ ഡ്രോ ചെയ്യുക. കാരണം അത്രയും ഹെവി ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ വോൾട്ട് മീറ്ററിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഇൻഡിവിജ്വൽ സെൽ വോൾട്ടേജ് ഷുഡ് നോട്ട് വേരി മോർ ദാൻ 0.15 വോൾട്ട് ബിറ്റ്വീൻ എനി 2 സെൽസ്. അപ്പോൾ സെൽ ടെസ്റ്റർ വെച്ചിട്ട് ഓരോ സെല്ലിൻ്റെയും ഇൻഡിവിജ്വൽ വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് സെല്ലുകൾ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് 0.15 മുകളിലാവാൻ പാടില്ല. അങ്ങനെ ആയില്ലെങ്കിൽ ഈ ഒരു ബാറ്ററി ഈസ് ഓക്കെ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫൈനൽ ബാറ്ററി ടെസ്റ്റ്, കാഡ്മിയം ടെസ്റ്റ്. A cadmium rod is enclosed in a perforated ebonite tube and immersed in battery electrolyte. ഇവിടെ ഇതാണ് ഒരു കാഡ്മിയം ടെസ്റ്റിൻ്റെ അപ്പാരറ്റസ്. ഇവിടെ നമ്മുടെ ഇലക്ട്രോലൈറ്റിനകത്ത് ഒരു കാഡ്മിയം റോഡ് ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ കാഡ്മിയം റോഡിന് ചുറ്റുമായിട്ട് ഒരു പെർഫറേറ്റഡ് എബോണൈറ്റ് ട്യൂബ് കൂടിയുണ്ട്. ആൻഡ് ദ റോഡ് ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ഹൈ റെസിസ്റ്റൻസ് വോൾട്ട്മീറ്റർ. ഇവിടെ ഈ കാഡ്മിയം റോഡിൻ്റെ എൻഡിൽ നിന്ന് ഒരു വോൾട്ട് മീറ്ററിൻ്റെ ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ഒരു ലൈൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി വോൾട്ട് മീറ്റർ ഈസ് അൾട്ടർനേറ്റ്ലി കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി സെൽ. വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിൽ എടുക്കുന്ന ലൈന് അൾട്ടർനേറ്റ് ആയിട്ട് സെല്ലിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും കൊടുക്കും. ദ വോൾട്ടേജ് റീഡിംഗ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.5 വോൾട്ട്. ഇൻഡിവിജ്വലായിട്ട് സെല്ലുകൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വോൾട്ടേജ് 2.5 വോൾട്ടിനെ കാട്ടിയും താഴാൻ പാടില്ല. ബാറ്ററി വീക്കാന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി ലെഡ് ആസിഡ് ബാറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് MCQs കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, vent holes are provided in the cells. Option A, to allow gases to escape during charging only. Option B, to allow gases to escape during discharging only. Option C, to allow gases to escape during charging and discharging. And option D, to pour electrolyte. പമ്പ് ഓപ്പറേറ്ററിന് 2015 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. വെന്റ് ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്യാസിനെ എസ്കേപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഗ്യാസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാകുന്ന എപ്പോഴാണ്? ചാർജിങ് ടൈമിൽ മാത്രം. കംപ്ലീറ്റ് ചാർജ് ആയിട്ട് വീണ്ടും നമ്മൾ ചാർജിങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലാണ് ഇലക്ട്രോലൈറ്റ് ഗ്യാസ് ഫോർമാറ്റിൽ വെന്റ് ഹോൾസ് വഴി എസ്കേപ്പ് ആവുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, ടു അലോ ഗ്യാസ് ടു എസ്കേപ്പ് ഡ്യൂറിങ് ചാർജിങ് ഓൺലി. കളർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ് ഇൻ എ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷൻ.
അപ്പോൾ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിലെ പോസിറ്റീവ് പ്ലേറ്റ് ഫുള്ളി ചാർജ് കണ്ടീഷനിൽ ഏത് കളർ എക്സിബിറ്റ് ചെയ്യും? ഓപ്ഷൻ എ ഗ്രേ കളർ, ഓപ്ഷൻ ബി ഗ്രീൻ, ഓപ്ഷൻ സി ചോക്ലേറ്റ് ബ്രൗൺ ആൻഡ് ഓപ്ഷൻ ഡി റെഡ്. ഓക്കെ അല്ലേ? ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ആൻസർ. Second question, the color of positive plate in a fully charged lead acid battery. ഒരു ലെഡ് ആസിഡ് ബാറ്ററി ഫുള്ളി ചാർജ് കണ്ടീഷൻ ആയിരിക്കുമ്പോഴത്തേക്ക് പോസിറ്റീവ് പ്ലേറ്റിൻ്റെ കളർ എന്നാണ്? ഓപ്ഷൻ എ ഗ്രേ, ഓപ്ഷൻ ബി ഗ്രീൻ, ഓപ്ഷൻ സി ചോക്ലേറ്റ് ബ്രൗൺ ആൻഡ് ഓപ്ഷൻ ഡി റെഡ്. അറിയാമല്ലോ, ഓപ്ഷൻ സി ആണ് ആൻസർ, ചോക്ലേറ്റ് ബ്രൗൺ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, the color of negative plate of a lead acid battery. അപ്പോൾ ഫുള്ളി ചാർജ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കളർ? ഓപ്ഷൻ എ ബ്രൗൺ, ഓപ്ഷൻ ബി ഗ്രേ, ഓപ്ഷൻ സി വൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ബ്ലാക്ക്. ഓപ്ഷൻ ബി ഗ്രേ ആണ് ആൻസർ. Question number 4, the capacity of a battery is determined by the number of plate per cell and dash. Option A shape of the plate, option B size of the plate, option C number of separators and option D none of this. Answer ഓപ്ഷൻ ബി സൈസ് ഓഫ് ദി പ്ലേറ്റ് ആണ്. അതായത് നമ്പർ ഓഫ് പ്ലേറ്റ്സ് പെർ സെല്ലും അതേപോലെ സൈസ് ഓഫ് ദി പ്ലേറ്റുമാണ് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. Question number 5, a maintenance free battery. Option A has lead antimony plate grid, option B has lead calcium plate grid, option C does not contain acid, option D does not contain water. അപ്പോൾ മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി എന്നാന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു ലെഡ് ആസിഡ് ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്യാസിങ് കൊണ്ടിട്ട് ഇലക്ട്രോലൈറ്റിൻ്റെ ലെവൽ എന്ത് ചെയ്യും, കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ ഈ ഒരു ലോസ് ആയി കഴിയുന്ന ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റിനെ റീഫിൽ ചെയ്യും. ഈ പ്രോസസ്സിനെ ടോപ്പിംഗ് എന്നാണ് പറയുക. പക്ഷേ ഇങ്ങനെ ഒരു പ്രോസസ്സ് ആവശ്യമുള്ള ബാറ്ററികളെയാണ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി എന്ന് പറയുക. അപ്പോൾ ആ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദ്യം. ലെഡ് ആൻറ്റിമണി പ്ലേറ്റ് ഗ്രിഡാണോ അല്ലെങ്കിൽ ലെഡ് കാൽഷ്യം പ്ലേറ്റ് ഗ്രിഡാണോ? ബാക്കി രണ്ട് ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹാസ് ലെഡ് കാൽഷ്യം പ്ലേറ്റ് ഗ്രിഡ്. To increase output voltage, battery cells are connected in option A series, option B parallel, option C series parallel, option D none of this. Answer series ആണ്. The number of positive plate in a battery cell is option A 1 more than the negative plate, option B 1 less than negative plate, option C 2 less than negative plate, option D 2 more than negative plate. ആൻസർ നമുക്കറിയാമല്ലോ, എപ്പോഴും നെഗറ്റീവ് പ്ലേറ്റിൻ്റെ എണ്ണം പോസിറ്റീവ് പ്ലേറ്റിനെ കാട്ടിയും ഒന്ന് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് പ്ലേറ്റ് ആണെങ്കിലോ അത് നെഗറ്റീവ് പ്ലേറ്റിനെ കാട്ടി ഒന്ന് കുറവ്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ് ഇൻ എ ബാറ്ററി സെൽ ഈസ് 1 less than negative plate. Final question, battery electrolyte consists of approximately. ബാറ്ററി ഇലക്ട്രോലൈറ്റിൽ ഉള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും വോളിയം പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 35% സൾഫ്യൂരിക് ആസിഡ് ആൻഡ് 65% വാട്ടർ, ഓപ്ഷൻ ബി 65% സൾഫ്യൂരിക് ആസിഡ് ആൻഡ് 35% വാട്ടർ, ഓപ്ഷൻ സി 65% nitric acid and 35% water, and option D 35% nitric acid and 65% water. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും നമുക്കിപ്പോഴേ എലിമിനേറ്റ് ചെയ്യാം. കാരണം നൈട്രിക് ആസിഡ് അല്ല ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ആണ്. ഇതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, എപ്പോഴും 1 part സൾഫ്യൂരിക് ആസിഡിൽ 2 part വാട്ടർ ബൈ വോളിയം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മിക്സർ ഉണ്ടാക്കുന്നത്. ആ രീതിയിലൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ
ഓപ്ഷൻ എ ആണ് ആൻസർ. 35% സൾഫ്യൂരിക് ആസിഡ് ആൻഡ് 65% വാട്ടർ. ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ സെക്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു സെക്ഷനുമായിട്ട് അടുത്ത വീഡിയോ ലെക്ചറിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ്.